ഇപ്പോൾ മണിക്കൂറുകളോളം കാത്തുനിന്നതിന് ശേഷമാണ് ഒരു KSRTC ബസ് വരുന്നത്. ഈ KSRTC ബസ് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം യാത്രക്കാരടക്കം തന്നെ തയ്യാറെടുക്കുകയാണ്. ഏകദേശം മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയായിരുന്നു ഒരു ബസ്സിന് വേണ്ടിയിട്ട്. സ്വകാര്യ ബസ്സുകളില്ല, സ്വകാര്യ ബസ്സുകളടക്കം തന്നെ പണിമുടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് KSRTC ബസ്സുകളാണ്. പക്ഷേ ഈ KSRTC ബസ്സുകൾ മാത്രമുള്ളപ്പോഴും KSRTC ബസ്സിലെ തിരക്ക് അസഹനീയമാണ്. കാരണം അത്രത്തോളം തിരക്കാണ് ഓരോ KSRTC ബസ്സുകളിലും കാണാൻ സാധിക്കുന്നത്. ഈ ബസ്സുകളിൽ ഇനി എങ്ങനെയാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്നത് എന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ബസ്സുകൾ നിർത്തിയാൽ തന്നെ KSRTC ബസ്സുകൾ നിർത്തിയാൽ തന്നെ യാത്രക്കാരടക്കം പോകുന്നുണ്ടെങ്കിലും എവിടെ കയറും എന്നൊരു ചോദ്യമുണ്ട്. കാരണം അത്രത്തോളം തിരക്കാണ് ഈ ബസ്സുകളിൽ മറ്റും കാണാൻ സാധിക്കുന്നത്. തിങ്ങി നിറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ് സർവീസുകൾ പണിമുടക്കിയത് ജനങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. 7 മണിക്ക് ജോലിക്ക് പോകേണ്ട ആളുകളാണ് ഇപ്പോഴും ജോലിക്ക് പോകാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ബസ്സുകളിൽ നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം തിരക്ക് തന്നെയാണ് ഈ ബസ്സുകളിൽ മറ്റും കാണാൻ സാധിക്കുന്നത്. സ്വകാര്യ ബസ് സർവീസുകൾ പണിമുടക്കിയതും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സ്വകാര്യ ബസ് സർവീസ് ഉടമകളുമായെല്ലാം ഒരു ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകാനടക്കം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു സൂചനാ പണിമുടക്കാണുള്ളത്. എന്നാൽ ഇതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് അടക്കം തന്നെ സ്വകാര്യ ബസ് ഉടമകൾ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലെ അനിശ്ചിതകാല സമരത്തിലേക്ക് അടക്കം പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം തന്നെയായിരിക്കും സൃഷ്ടിക്കുക. ഒറ്റ ദിവസം മാത്രമാണ് ഈ കാണുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. അതൊരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ KSRTC ബസ്സുകൾ ബദൽ സർവീസായി ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിരത്തിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഓരോ KSRTC ബസ്സുകളിലും കാണാൻ സാധിക്കുന്ന കാഴ്ച ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണുള്ളത്. കാരണം അത്രത്തോളം തിരക്ക് തന്നെയാണുള്ളത്. പലരും മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പണിമുടക്കാണ്. എന്നാൽ ഈ സ്വകാര്യ പണിമുടക്കാണെങ്കിലും ജോലിക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല. കാരണം ജോലിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും എത്തേണ്ടതുമുണ്ട്. ഈ KSRTC ബസ് സർവീസുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആളുകളടക്കം തന്നെ എത്തുന്നത്. എന്നാൽ ഈ KSRTC ബസ്സുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ എത്രത്തോളം തിരക്കുകളാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കാം. ഇപ്പോൾ ഈ ബസ്സിലൊന്നും കയറാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കാരണം അത്രത്തോളം തിരക്കാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകും. കാരണം അത്രത്തോളം തിരക്കാണ് ഈ KSRTC ബസ്സുകളിൽ കയറുന്നതിന് വേണ്ടിയുള്ളത്. ഈ നേരത്തെ സംസാരിച്ചപ്പോഴടക്കം വ്യക്തമാക്കിയ ഒരു കാര്യവും ഇത് തന്നെയാണ്. ഈ മണിക്കൂറുകളോളം കാത്തുനിന്നതിന് ശേഷമാണ് ഒരു ബസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ കയറേണ്ടത് അല്ലെങ്കിൽ കയറുക എന്നത് തന്നെയാണ് ഇവരുടെ ഒരു ആവശ്യമായിട്ടും ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ജനങ്ങളെ സാരമായി തന്നെ ഈ പണിമുടക്കിപ്പോൾ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ദീപ്തി, സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബസ് പണിമുടക്ക് നടത്തുന്നത്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വൻ തിരക്ക് തന്നെയാണ് ബസ്സുകളിലടക്കം നേരിടുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.